ബ്രേക്കപ്പിന് പുറകെ വരുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. അതിലൊരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേജ് ഓവർകം ചെയ്യും. ഈ വേദനയും വിഷമമൊക്കെ എന്തെങ്കിലും തീരുമോ എന്ന് ചിന്തിക്കുമ്പോൾ പോലും ട്രസ്റ്റ് മീ, നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ബാഡ് ന്യൂസ് എന്താണെന്നുള്ളതല്ലേ, നിങ്ങൾ ഓവർകം ചെയ്യില്ല. ആ ഇമോഷൻ നിങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നത് വരേക്കും. അതായത് ആ വിഷമവും വേദനയും എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ വേറെന്തെങ്കിലും കഥ സ്വയം മെനഞ്ഞെടുത്ത് അങ്ങനല്ല സംഭവിച്ചത് എന്ന് തനിയെ പറ്റിക്കാൻ നോക്കാതിരിക്കുക. ആ പേഴ്സൺ എന്നെങ്കിലും തിരിച്ചു വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ സ്വന്തം ജീവിതം തള്ളി നീക്കാനോ ശ്രമിക്കാതിരിക്കുക. ആ ഫീലിംഗ് അക്നോളജ് ചെയ്യുക. വേദന തോന്നും, നല്ല വിഷമം കാണും. പക്ഷേ അത് പറ്റില്ലെന്ന് തോന്നിയാൽ പോലും അത് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുക. ആദ്യം ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഷോക്കായിരിക്കും തോന്നുക. പിന്നെ നിങ്ങളത് ഡിനൈ ചെയ്യാൻ നോക്കും. ദേഷ്യത്തിലേക്കും ബാർഗെയിൻ ചെയ്യാൻ, അതായത് തിരിച്ചു വരിക, ഞാൻ ഇങ്ങനെ മാറിക്കോളാം അങ്ങനെ മാറിക്കോളാം എന്നെല്ലാം ആ ഒരു ചിന്തകളൊക്കെ മനസ്സിൽ നിറച്ച് നിങ്ങളുടെ പെരുമാറ്റം മോഡിഫൈ ചെയ്യാൻ നിങ്ങൾ നോക്കും. ഇതൊന്നും നടക്കാതെ വരുമ്പോഴാണ് പതുക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുക. പക്ഷെ അവിടെ നിന്നും ഇത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ പതുക്കെ മാറിത്തുടങ്ങും. നിങ്ങളെ സ്വയം ബെറ്ററാക്കാൻ ശ്രമിക്കുക. നിങ്ങളിലേക്ക് തിരിച്ച് ആ സ്നേഹം ഒരു ഫോമിലല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് ഉറപ്പായും എത്തിയിരിക്കും.